നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ ഒരു ബഡ്ജറ്റ് ഫോണായിട്ടുള്ള റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ കുറേ പേര് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പുതിയ ഏതെങ്കിലും ഫോൺ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ കൺഫ്യൂഷനോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എപ്പോഴെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ മോഡൽ നെയിം നോട്ട് 10 ലൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കോൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇതിൻ്റെ പ്രോസസ്സർ. അതുപോലെ 48 മെഗാ പിക്സലിൻ്റെ ഒരു 8 ക്വാഡ് ക്യാമറ, 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഈ ഫോണിനെ കുറിച്ചുള്ള ഒരു ഇതും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ റെഡ്മിയുടെ ഫോണുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു സെയിം ബോക്സിലൊന്നും വേറെ ഒന്നും പറയാനില്ല. ഏതായാലും കുറേ ഡീറ്റെയിൽസ് ഈ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് ഈ ഒരു പേപ്പർ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുഞ്ഞ് ബോക്സ് ഇതുപോലെ കിട്ടും. അപ്പോൾ അതിനകത്താണ് സാധാരണ ബാക്ക് പോച്ച് ഉണ്ടാവാറ്. ഇതിനകത്ത് കൂടെ ഉണ്ടോ എന്ന് അറിയില്ല. യെസ്, ഇതിൻ്റെ കൂടെ ബാക്ക് പോച്ചും കിട്ടുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ, ഗൈഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ചെറിയൊരു സിം എജക്റ്റിംഗ് ടൂളും വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാണ് റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഈ ബോക്സിനകത്ത് ഇത്തരത്തിലൊരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് സി കേബിളും കിട്ടുന്നുണ്ട്. ഹെഡ്സെറ്റ് വരുന്നില്ല. സാധാരണ റെഡ്മിയുടെ ഫോണിൻ്റെ കൂടെ ഹെഡ്സെറ്റ് വരാറില്ല. എന്തോ ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ബാക്ക് പോച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സറീസ് എന്ന് പറയുന്നത്. ഒരു ബാക്ക് പോച്ച്, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂള്, ചാർജിങ് അഡാപ്റ്ററും ചാർജിങ് കേബിൾ. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 10 ലൈറ്റ്. കയ്യിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിൻഡ് ആൻഡ് ഫീൽ എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള റെഡ്മി നോട്ട് 9 പ്രോ സീരീസിലുമായി കണ്ടിട്ടുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ഡിസൈനിലൊന്നും വേറെ യാതൊരു വിധ മാറ്റം വന്നിട്ടില്ല. ഈ ഒരു ഡിസൈൻ അത്യാവശ്യം കുറച്ച് പേരുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ ഹിറ്റായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. ബാക്ക് സൈഡിൽ ഗ്ലാസ് ആണ് വരുന്നത്. അതായത് ബാക്ക് സൈഡിൽ ഗ്ലാസ് ബോർഡ് വരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ബാക്ക് സൈഡിൽ ഗ്ലാസ് ബോഡി ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അതൊരു ഗ്ലോസിയാണ്. നമ്മൾ നിർത്തുള്ളത് ഇതിൻ്റെ വൈറ്റ് കളറാണ്. പിന്നെ ക്യാമറ മോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുൻപ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഫോണുകളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഒരു ക്യാമറ ആ മോഡുകളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. തിക്നെസ് അത്യാവശ്യമുണ്ട്. ഒരു 5000 mAh ബാറ്ററി ഉള്ള ഒരു ഫോണിന് വേണ്ട ഒരു തിക്നെസ് കൂടി വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻ്റൊക്കെ സൈഡ് മോഡാണ് വരുന്നത്. താഴെ നോക്കിയാൽ ഇത്തരത്തിൽ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചാർജിങ്ങിന് വേണ്ടിയിട്ടൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. മൈക്രോഫോണിൻ്റെ ഹോൾ കാണാം. 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഫോൺ തന്നെയാണ് കേട്ടോ. അതിനെക്കുറിച്ച് വേറെ ഡിസൈൻ വൈസ് നമുക്ക് വേറെ പരാതികളൊന്നും പറയാനില്ല. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫോൺ ഓണാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫോൺ ഓൾറെഡി ഓണാക്കി നോക്കി കുറച്ച് നേരം ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടോ. ഈ ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വളരെയേറെ യൂസ്ഫുൾ ആവുന്ന ഒരു മോഡലായിരിക്കും ഇതെന്ന് പറയുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകൾ ഇപ്പോൾ തീരെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയമൻസിറ്റിയോ അല്ലെങ്കിൽ മീഡിയടെക്കിൻ്റെയോ പ്രോസസ്സറുകളൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ 6.7 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. വളരെ വലിയ ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. കൈനകത്തൊക്കെ കുറച്ച് ഒതുങ്ങി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് വലിയ സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ ടച്ച് റെസ്പോൺസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഒരു ഫുൾ HD പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. നല്ല കളർഫുൾ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐക്കണുകളൊക്കെ നോക്കിയാലും നമ്മൾ സാധാരണ റെഡ്മിയുടെ ഫോണിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ഒരു UI തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു റെഡ്മി ഫോണിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഇവിടെയും വരുന്നുണ്ട്. താഴെ വളരെ ചെറിയൊരു ബസലാണ് വരുന്നത്. മുകളിലേക്കും സൈഡിലൊക്കെ വളരെ നൈസായിട്ടുള്ള ഒരു ബസലൊക്കെ ആയിട്ട് വരുന്ന അത് അത്രയും വളരെ നല്ല ഡിസ്പ്ലേ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ നമ്മൾ മുൻപ് ഓൾറെഡി റെഡ്മി നോട്ട് 9 സീരീസ് ഫോണുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. വേറെ ഡിസ്പ്ലേയിലൊന്നും വേറെ മാറ്റം വന്നിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്പുകളില്ല. എന്നിരുന്നാലും ഉണ്ട് ഒരു 8-9 ആപ്പുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പിന്നെ ഇതൊരു
മൊത്തത്തിൽ നോക്കുമ്പോൾ ഐക്കണുകളൊക്കെ ആയാലും ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് കുറേ കൂടെ മാറാനുണ്ട് റെഡ്മിയുടെ. എന്തായാലും ആ ഒരു MIUI 13 ഈ ഫോണിനകത്ത് വരും. ആ സമയത്ത് ഇതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ പരമായ ഭാഗത്തിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ അബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ MIUI 12.5 അല്ല, ഇത് MIUI 12 ആണ് വരുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് പെട്ടെന്ന് തന്നെ 12.5 അപ്ഡേറ്റ് കിട്ടും. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇതിൻ്റെ 4GB RAM 64GB വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിവൈസ് നെയിം നോട്ട് ആൻഡ് ലൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കൊടുത്തുള്ളത്. ഇതൊരു ആൻഡ്രോയിഡ് വേർഷൻ 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഒരു നെക്സ്റ്റ് ഇയർ പകുതിയോട് കൂടി തന്നെ അതിനകത്ത് ആൻഡ്രോയിഡ് വേർഷൻ 12 ഒരു അപ്ഡേറ്റ് കൂടി കിട്ടും. അപ്പോൾ അതിന് മുൻപ് തന്നെ MIUI 13 അപ്ഡേറ്റ് കൂടി കിട്ടിയാൽ നന്നായിരുന്നു. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, സോഫ്റ്റ്വെയർ ഇഷ്യൂകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഉപയോഗിച്ച് നോക്കി, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 5000 mAh ആണ് ബാറ്ററി വരുന്നത്. 5020 mAh ബാറ്ററി വരുന്നുണ്ട്. അതിനകത്ത് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. നല്ല രീതിയിൽ ചാർജൊക്കെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 80% വരെയൊക്കെ വളരെ ഫാസ്റ്റിൽ തന്നെ ചാർജും കയറും എന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കിടക്കാം. ഈ ഫോൺ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന മോഡലൊന്നും അല്ല. എന്നിരുന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ഈ റെഡ്മിയുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തൊട്ട് മുകളിലേക്കുള്ള ഫോണുകൾ തരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നോർമലായിട്ട് ഇതിൻ്റെ ഒരു 48 MP എടുക്കുന്ന ഒരു നോർമൽ ക്യാമറയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ഔട്ട്പുട്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ വളരെ ലോ ലൈറ്റ് ആയിട്ടുള്ള കണ്ടീഷനുള്ള ഒരു റൂമിനകത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. എന്നിട്ടും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കളറുകളൊക്കെ ആയാലും എല്ലാ രീതിയിലുള്ള കളർ ടോണുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്, പിന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ മോഡിൽ തന്നെ നമുക്ക് 4K റെക്കോർഡിങ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 720G ആണ്. അത് 4K റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. 48 MP സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4K റെക്കോർഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ 1080 നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഫോട്ടോ മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇത്തരത്തിൽ നൈറ്റ് മോഡ്, പിന്നെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, ഷോർട്ട് വീഡിയോ മോഡ്, കുറേ ഫീച്ചേഴ്സ്, ടൈം ലാപ്സ് മോഡ്, AI വാട്ടർമാർക്ക്, കസ്റ്റം വാട്ടർമാർക്ക്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഒരു ക്യാമറയ്ക്കകത്ത് മോർ സെറ്റിങ്സിനകത്ത് വരുന്നത്. ഇപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാമറ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരുന്നതെന്നുള്ളൂ. എന്തായാലും തിരക്കേറ്റില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് റെഡ്മിയുടെ ക്യാമറ ഈ ഒരു 15,000 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ അത്യാവശ്യം നല്ല ക്യാമറകളൊക്കെ നമുക്ക് തരാറുണ്ട്. ഇതും നല്ലൊരു ക്യാമറ ഫോൺ തന്നെയാണ്. സെൽഫി 16 MP സെൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈവായിട്ടൊരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഈ ഫോട്ടോ എന്ന് പറയുന്നതും വളരെ ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനകത്ത് എടുത്തിട്ടുള്ളതാണ്. കണ്ടോ, ഷോപ്പിനകത്ത് വളരെ വെളിച്ചം കുറവാണ്, എന്നിട്ടും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൂം ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി ഒന്നും പോവാതെ ഞാൻ വിചാരിച്ചാലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന ഫോണൊന്നല്ല കേട്ടോ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അത്യാവശ്യം നല്ല ക്യാമറയും കിട്ടുന്നുണ്ട്, നല്ലൊരു പ്രോസസ്സറാണ്, നല്ല ബാറ്ററി ബാക്കപ്പ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാതും കൂടി ഒരു പവർ പാക്കഡായിട്ടുള്ളൊരു ഫോണാണ്. എന്ന നിലയ്ക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ആർക്കൊക്കെ ഉപകരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മിയുടെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ തന്നെ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്നവർക്കും വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. ഡിസൈനൊക്കെ തൊട്ട് മുൻപത്തെ റെഡ്മി നോട്ട് 9 Pro ആ സീരീസിനകത്ത് കണ്ടിട്ടുള്ള സെയിം ഡിസൈനൊക്കെയാണ് വരുന്നത്. ബാക്ക് സൈഡ് ഗ്ലാസ് വരുന്നുണ്ട്, 4K റെക്കോർഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്ന് പറയുന്നത്. അതിനകത്ത് പിടിക്കുമ്പോഴായാലും ഹാൻഡ് ഫീൽ ആയാലും ഡിസ്പ്ലേ ആയാലും എല്ലാം കൊണ്ടും എനിക്ക് വളരെയേറെ പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.